ഇടുക്കി ആനക്കുളത്ത് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ പിടിയാനയെ കണ്ടെത്തി. പിറകുഭാഗത്ത് ആഴത്തിലുള്ള മുറിവിൽ നിന്ന് പഴുപ്പൊലിച്ചിറങ്ങുന്ന നിലയിലായിരുന്നു ആനയെ പ്രദേശവാസികൾ കണ്ടെത്തിയതോടെ വനപാലകരെ വിവരമറിയിച്ചു. കാട്ടാനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായ പരിക്കാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ഇടുക്കി ആനക്കുളം ഓരിലാണ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ പിടിയാനയെ പ്രദേശവാസികൾ കണ്ടെത്തിയത്. വെള്ളത്തിൽ നിന്ന് കൊണ്ടിരുന്ന ആനയെ നിരീക്ഷിച്ചപ്പോഴാണ് പിറകുഭാഗത്ത് ആഴത്തിലുള്ള മുറിവും അതിലൂടെ പഴുപ്പുമൊലിച്ചിറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് വിവരം വനപാലകരെ അറിയിച്ചു. കാട്ടാനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലുണ്ടായ കുത്തേറ്റ് പരിക്കുണ്ടാകാനുള്ള സാധ്യതയാണെന്നാണ് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി അംഗം കെ ബുൾബേന്ദ്രൻ പറയുന്നത്. ഞങ്ങളിതിനെ നിരീക്ഷിക്കുകയുണ്ടായി. അപ്പോൾ വാച്ചർമാരും മറ്റു ഉദ്യോഗസ്ഥരും എല്ലാം നോക്കിയപ്പോൾ ഈ വാലിൻ്റെ ഭാഗത്ത് പുറകുവശത്തു നിന്നും ആനയുടെ ഈ കൊമ്പിന് കുത്തു കിട്ടിയ രീതിയിലാണ് കാണാൻ സാധിച്ചത്. വലിയ മുറിവാണ്, പുഴു കരിക്കുന്നുണ്ട്. അതുപോലെ ചെവിയുടെ പുറകുവശത്തും അതിന് പരിക്ക് കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങനെ ചെലം ഒലിക്കുന്നുണ്ട്. പുറകുവശത്തെ കൊണ്ടിലും ഇതിലെല്ലാമാണ് പുഴു കരിക്കുന്നത്. ഒരാഴ്ച മുമ്പും ഈ ആനയെ കണ്ടതായി പറയുന്നുണ്ട്. നിലവിലിപ്പോൾ ആന അവശ നിലയിലാണ്. നിരീക്ഷണത്തിൽ ആനയുടെ ഒരു കാലിന് സ്വാധീനക്കുറവുണ്ടെന്നും ചെവിയുടെ പിൻഭാഗത്തും മുറിവേറ്റിട്ടുണ്ടെന്നും കണ്ടെത്തി. കാട്ടാനകൾ പതിവായി വെള്ളം കുടിക്കാനെത്തുന്ന ഊരിൽ ഏറെ നേരം വെള്ളത്തിൽ തന്നെ നിന്നിരുന്ന പിടിയാന പിന്നീട് പതിയെ വനത്തിനുള്ളിലേക്ക് കയറിപ്പോയി. വനപാലകർ ആനയെ നിരീക്ഷിച്ചു വരികയാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.